തീ വരാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ യോന അവിടെ ചെന്ന് അത് പ്രസംഗിച്ച സമയത്ത് നിനവേക്കാരെല്ലാം മാനസാന്തരപ്പെട്ടു. നിനവേക്കാർ മാനസാന്തരപ്പെട്ടത് കണ്ടിട്ട് ദൈവം ആ ന്യായവിധി അയച്ചില്ല. ദൈവം ആ ന്യായവിധി അയക്കാത്തതിൽ യോന ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രവചനം ശരിയാവാത്തത് കൊണ്ടല്ല യോന ദുഃഖിക്കുന്നത്. യോനയ്ക്കറിയാം പിന്നീട് ഈ നിനവയുടെ ജനം അവൻ്റെ ജനത്തിനെതിരെ വന്ന് യെരുശലേമിനെ നശിപ്പിക്കാനായിട്ട് ഇടയായിത്തീരും. അസീറിയൻസ് വന്ന് അവർ യഹൂദന്മാരെ പീഡിപ്പിക്കാനായിട്ട്, ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കാനായിട്ട് ഇടയായിത്തീരുമെന്നത് യോനയ്ക്കറിയാം. യോനയുടെ പ്രവചന ദീർഘവീക്ഷണത്തിൽ യോന അത് ഓൾറെഡി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവർ മാനസാന്തരപ്പെട്ടെങ്കിലും യോനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ന്യായവിധികൾ എന്ന് പറയുന്നത് ദൈവം ആദ്യമേ പ്രസ്താവിക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ ആൾക്കാർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാത്രമേ അത് വരുള്ളൂ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു വരാൻ താമസിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു വരാൻ താമസിക്കുന്നതിന് ഒരു കാരണം എല്ലാവരും പറയുന്നത് എന്താണ്? ഒരുപാട് അന്യജാതിക്കാർ കർത്താവിനോട് ഇനിയും ചേരാനുണ്ട്. അത് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലും റോമർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസും പറയുന്നുണ്ട്. അന്യജാതിക്കാർ ചേരാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ ദൈവം ഇപ്പോൾ കഠിനപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ യേശുക്രിസ്തുവാണ് മെസ്സിയ എന്ന് സ്വീകരിക്കുന്ന നാളിൽ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ദൈവമക്കളുടെയും എല്ലാവരുടെയും പ്രശ്നം തീരും. ആ നാളിൽ ന്യായവിധി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ സൃഷ്ടിയാണ് ആരംഭിക്കുക. ഇസ്രായേൽ മൊത്തമായിട്ടും യേശുവിനെ അവരുടെ മെസ്സിയായിട്ട് ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. അത് അംഗീകരിക്കുന്ന നാൾ മുന്നിലുണ്ട്. കർത്താവ് വരും. ആ സമയത്തിന് വേണ്ടിയാണ് പൗലോസിൻ്റെ കൂടെയുള്ള എല്ലാവരും ഇപ്പോഴും കാത്തിരിക്കുന്നത്. ഇസ്രായേൽ മാനസാന്തരപ്പെടാൻ, ഇസ്രായേൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവരുടെ രാജാവായി സ്വീകരിക്കാൻ. അത് കഴിയുമ്പോൾ പുതിയ സൃഷ്ടി വരും. അത് കഴിയുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ദൈവമക്കൾ പുതുക്കപ്പെട്ട പ്രപഞ്ചത്തിൽ കർത്താവിനോട് കൂടെ വാഴുവാൻ്റെ ആയിട്ടിടയാകും. അതാണ് ഏറ്റവും അവസാനം സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ മെയിൻ സംഗതി, ക്ലൈമാക്സ്, അത് സംഭവിച്ചു കഴിഞ്ഞാൽ, അവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് ബാക്കിയുള്ള സംഭവിക്കാൻ പോകുന്ന ന്യായവിധികളുമൊക്കെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്, അവസാനം വരാൻ പോകുന്നത്. അപ്പോൾ അതുവരെയും കർത്താവ് വരില്ല. അപ്പോൾ അതിനു മുമ്പേ ആര് വരും? അധർമ്മമൂർത്തി ആയവൻ വരും. ആ അധർമ്മമൂർത്തിയാൽ കബളിപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇസ്രായേൽ യേശു ക്രിസ്തു എന്ന അവർ കുത്തിയ ആ കുത്തിയവങ്കിലേക്ക് അവർ നോക്കുള്ളൂ. അല്ലെങ്കിൽ അവർ നോക്കൂല. അത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് അവരെ ആ അധർമ്മമൂർത്തിയാൽ ദൈവം പരീക്ഷിക്കാനായിട്ട് പോകുന്നത്. അവരെ അധർമ്മമൂർത്തി വശീകരിച്ച് അവരെ തെറ്റിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും കർത്താവിലേക്ക്, യഥാർത്ഥ ദൈവത്തിലേക്ക്, അവർ കുത്തിയ യേശു ക്രിസ്തുവിലേക്ക് വരാൻ പോകുന്നു. അത് വരുന്ന സമയത്ത് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ ഈ ന്യായവിധി എന്ന് പറയുന്ന കാര്യം, ശിക്ഷാവിധി എന്ന് പറയുന്ന കാര്യം ശരിക്കുള്ള കാര്യമാണ്. അത് സത്യമാണ്. അത് സത്യമല്ലായിരുന്നെങ്കിൽ സങ്കീർത്തനക്കാരൻ അവനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആളുകൾ കുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ അവരുടെ ശരീരത്തിൽ മാറാരോഗം വരണേ, അവരുടെ മക്കൾ നശിച്ചു പോണേ, ഇതൊക്കെ തന്നെയായിരിക്കണം. പക്ഷെ അവൻ അതിലപ്പുറത്താണ് പ്രാർത്ഥിക്കുന്നത്. അവൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് കളയണം. കാരണം അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർ, ദൈവജനം എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ, ശൗലിനെ പോലുള്ളവർ ദാവീദിനെ ഉപദ്രവിക്കുമ്പോൾ ദാവീദ് പാടുന്ന സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയണം, അവൻ്റെ പേര് ദൈവമേ വരാനിരിക്കുന്ന രാജ്യത്തിൽ കാണരുത്. വരാനിരിക്കുന്ന രാജ്യത്തിലുള്ള ആ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ അവൻ്റെ പേര് നീ വായിച്ച് കളയണം എന്ന് വെച്ചാൽ, അതെന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്കുള്ളൊരു ജീവിതമല്ല. അതെന്ന് പറഞ്ഞാൽ നിത്യജീവനാണ്. അതിനവസാനമില്ല. അങ്ങനെ അവസാനമില്ലാത്ത ആ ജീവിതത്തിലേക്ക് അവനെ നീ ക്ഷണിക്കരുത് എന്നാണ്, ആ ദുഷ്ടനെ നീ കൊണ്ടുവരരുത് എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. മോശയും അതുപോലെ ചില സമയങ്ങളിൽ ചിന്തിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയണമേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ജീവൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് എന്ന് പൗലോസും വിശ്വസിച്ചിരുന്നു. പൗലോസ് പറഞ്ഞു ഇവരുടെയൊക്കെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും എന്ന് യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ ഈ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും എന്ന് പറഞ്ഞാൽ
ദൈവം ചില ആളുകളുടെ പേര് മായ്ച്ചു കളയും, ചില ആൾക്കാരുടെ പേര് അതിൽ ചേർക്കപ്പെടില്ല. അങ്ങനെയുള്ള ആളുകൾ ഇപ്പം നമ്മളിന്ന് ഭാരതത്തിൽ പല സ്റ്റേറ്റുകളിലും SIR നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ SIR നടത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിലെ സിറ്റിസൻസ് ആരാണ് ആരല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ സിറ്റിസൻസ് അല്ലാത്ത ആളുകൾ ഇവിടെ വോട്ട് ചെയ്യാനോ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യാനോ ഇവിടുത്തെ റീസോഴ്സിനെ ഉപയോഗിക്കാനോ പാടില്ല. അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു നടപടി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഒരു ഭാഗത്ത് ഓപ്പോസിഷൻ്റെ ലീഡേഴ്സ് പറയുന്നു ഇവിടെ കള്ളവോട്ട് നടക്കുന്നുണ്ട്, വോട്ട് ചോരി നടക്കുന്നുണ്ട്. അപ്പോൾ കള്ളവോട്ടും വോട്ട് ചോരിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ SIR നടപടി ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് രാജ്യവ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാഷ്ട്രീയം മുഴുവൻ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് പറയുന്നത്. അതെന്തിനാണ് അത് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിലെ പൗരൻ ആരാണ്, അന്യ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വന്ന ആൾക്കാർ ആരാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതേമാതിരി ഇനി ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിലെ യഥാർത്ഥ പൗരന്മാരെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് പറയുന്നത് മാതിരിയാണ് സ്വർഗത്തിലും ഒരു പുസ്തകമുണ്ട്. ആ സ്വർഗത്തിലൊരു SIR നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവൻ്റെ പുസ്തകം, ആ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞാൽ തീപ്പൊയ്ക, യഥാർത്ഥ തീപ്പൊയ്ക ഉണ്ടാകാൻ പോകുന്നില്ല. കർത്താവ് കുറേ ഉപമകൾ അങ്ങ് പറഞ്ഞു. കുറേ ഉപമകൾ കർത്താവ് പറഞ്ഞു. അവന് യാതനാസ്ഥലത്തേക്ക് പോയി. ആ യാതനാസ്ഥലത്ത് ധനവാനായ മനുഷ്യൻ, അതൊരു പാരബിളുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് ആക്ഷരികമായിട്ട് അത് സംഭവിക്കും എന്ന് ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പല ആളുകളുമുണ്ട്. യെരുശലേമിൻ്റെ നാശം കർത്താവ് പ്രസ്താവിച്ചത് ആക്ഷരികമായിട്ട് സംഭവിച്ചു. അത് കർത്താവിൻ്റെ പ്രവചനമായിട്ടാണ് പല സ്കോളേഴ്സും അതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞ പല ഉപമകൾക്കകത്താണ് ഈ നരകത്തിൻ്റെ വിശദീകരണങ്ങൾ വരുന്നത്. അവിടെ തീ ഉണ്ടാവും, ഗന്ധകം ഉണ്ടാവും, പിന്നെന്താണ് പല്ലുകടി ഉണ്ടാവും, കരച്ചിലുണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ഉപമകളിലാണ്. അപ്പോൾ ഉപമ എന്ന് പറയുമ്പോൾ ഹൈപ്പർബോളി മാതിരിയാണ്. അപ്പോൾ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആക്ഷരികമായിട്ട് നടക്കണമെന്ന് നിർബന്ധമില്ല. കർത്താവ് അതൊരു ഇല്ലസ്ട്രേഷനായിട്ട് ഉപയോഗിക്കുന്നതാവാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരോടായിട്ടും കൂടെ ഞാൻ പറയാണ്, ഈ പറയുന്ന ഹൈപ്പർബോളീസിനകത്താണ് കർത്താവ് പറയുന്നത് എങ്കിലും കർത്താവ് ഇത് പറയുന്നത് ഒരു പ്രീസിഡൻസ് വെച്ചിട്ടാണ്. സൊദോം ഗൊമോറയുടെ നാശം ഏത് രീതിയിലായിരുന്നു? ആ തീ വീണിട്ട് അവിടെ ആളുകൾക്ക് എന്താണ് സംഭവിച്ചത്? പല്ലുകടി. എന്താണ് സംഭവിച്ചത്? കരച്ചിൽ. ആ കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. അത് ആക്ഷരിക തലത്തിൽ യെരുശലേമിൻ്റെ നാശത്തിൻ്റെ സമയത്ത് യെരുശലേമിലെ ദേവാലയം കത്തിച്ച് കളയും, അവിടെ വലിയ തോതിൽ നാശങ്ങൾ AD 70 സമയങ്ങളിൽ റോമക്കാർ വരുത്തിയ സമയത്ത് അവരനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞ ഉപമകളിൽ കൂടെയാണ് കർത്താവ് അത് പറഞ്ഞതെങ്കിലും ആ ഉപമയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഈ പ്രത്യേക സംഗതിക്ക് ആക്ഷരിക തലത്തിൽ ഓൾറെഡി അത് നടന്നിട്ടുണ്ട് പഴയ നിയമത്തിൽ പല പ്രാവശ്യം. അതിനെന്തുണ്ട്? ഒരു പ്രീസിഡൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കതിനെ അത്ര ലൈറ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ഇനി കർത്താവ് മാത്രമല്ലല്ലോ ഈ വരാൻ പോകുന്ന ന്യായവിധിയെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. സുവിശേഷങ്ങളിൽ കർത്താവ് സംസാരിക്കുന്നു. എന്നാൽ നമ്മൾ പിന്നെ വെളിപ്പാട് പുസ്തകത്തിലും കാണുന്നു, പൗലോസിൻ്റെ ലേഖനങ്ങളിലും കാണുന്നു. വാസ്തവത്തിൽ ഒരു പണിഷ്മെൻറ്റ് ദൈവത്തിൻ്റെ ജനത്തെ പീഡിപ്പിക്കുകയും നന്മ ചെയ്യുന്നവർക്കെതിരെ തിന്മ ചെയ്യുകയും ദൈവത്തിൻ്റെ ജനമാണ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ദൈവത്തെയും ദൈവരാജ്യത്തെയും വേദനിപ്പിക്കുന്ന ആളുകൾക്ക് വരും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർക്ക് വരും എന്ന് ഈ ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്കൊരു പണിഷ്മെൻറ്റ് വരുന്നില്ല എങ്കിൽ, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ നീതിമാന്മാരെല്ലാവരും എഴുന്നേൽക്കും, ദുഷ്ടന്മാരും എഴുന്നേൽക്കും, ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കും. നീതിമാന്മാർക്ക് ഇന്നൊക്കെ കിട്ടും റിവാർഡ്സ്, പ്രതിഫലം. എന്നാൽ ദുഷ്ടന്മാർക്ക് കിട്ടാൻ പോകുന്നത് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദുഷ്ടന്മാർക്ക് വാസ്തവത്തിൽ പണിഷ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല, അവരില്ലാതാവുകയാണ്.
പൂർണ്ണമായിട്ടും. ഇനി വരാനിരിക്കുന്ന രാജ്യത്തെ അവർ തീരെ ഉണ്ടാവില്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ പിന്നെ അവർ ദുഷ്ടത പ്രവർത്തിക്കൂലേ ഈ ലോകത്തിലും? അവർക്ക് പേടിക്കാൻ എന്താ ഉള്ളത്? പിന്നെ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം ദൈവം എങ്ങനെ കാണിക്കും? ദൈവം നീതിമാനാണ്. ദൈവത്തിൻ്റെ നീതി നടപ്പാകണമെന്നുണ്ടെങ്കിൽ ദുഷ്ടന്മാർക്ക് വരാൻ പോകുന്ന ന്യായവിധി ആക്ഷരികമായിട്ടുള്ളതായിരിക്കണം. അത് ആക്ഷരികമായിട്ടുള്ളതായിരിക്കും എന്ന ഉറപ്പാണ് വെളിപ്പാട് പുസ്തകം നമുക്ക് തരുന്നത്. വെളിപ്പാട് പുസ്തകം രചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ദർശനം കാണുന്ന സമയത്ത് അപ്പോസ്തലനായ യോഹന്നാൻ ഏതവസ്ഥയിലാണ്? ചെയ്യാത്ത കുറ്റത്തിന് ദണ്ഡിക്കപ്പെട്ടിട്ട് അവൻ ദണ്ഡനം അനുഭവിക്കുകയാണ്, പീഡനം അനുഭവിക്കുകയാണ്. അവനെ ഒറ്റയ്ക്കൊരു ദ്വീപിലാക്കി വെച്ചിരിക്കുക രാജാവ്. ആ ഒറ്റയ്ക്ക് അവൻ ആ ദ്വീപിൽ ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ദർശനം അവന് ലഭിക്കുന്നത്. കാരണം അവൻ ദൈവസഭയെ ഓർത്ത് വിഷമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്ക് എന്ത് സംഭവിക്കും, ഇനിയും ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കർത്താവായ യേശുക്രിസ്തു നേരിട്ട് വന്ന് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കർത്താവായ യേശുക്രിസ്തു നേരിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾക്കകത്ത് കർത്താവ് പറയുന്ന കാര്യമാണ്, ഇനി എന്നെ അവർ സ്വീകരിച്ചില്ലല്ലോ യഹൂദന്മാർ, അപ്പോൾ ഒരു എതിർ മെസ്സിയ വരും, ഒരു എതിർ ക്രിസ്തു വരും. ആ എതിർ ക്രിസ്തുവിനെ അവർ സ്വീകരിക്കും. ആ എതിർ ക്രിസ്തു അവരെ കബളിപ്പിക്കും, വഞ്ചിക്കും. അത് കഴിയുമ്പോൾ അവർ പ്രാർത്ഥിക്കും, കർത്താവ് തിരിച്ചു വരും. ആ വന്നു കഴിയുമ്പോൾ ന്യായവിധി ഉണ്ടാവും. ന്യായവിധി കഴിയുമ്പോൾ നീതിമാന്മാർക്കെല്ലാം പ്രതിഫലം ഉണ്ടാവും. അവരെല്ലാവരും പുതിയ യെരൂശലേമിൽ കർത്താവിനോട് കൂടെ വാഴുവാനായിട്ട് ഇടയാകും. അവർക്ക് പിന്നെ മരണം ഉണ്ടാവില്ല. അവർ നിത്യജീവനായിരിക്കും അവർക്കുണ്ടാവുക. അവർ സ്നേഹവും സമാധാനവും നിറഞ്ഞ് പുതുക്കപ്പെട്ട ഭൂമിയിൽ കർത്താവിനോട് കൂടെ വാഴുവാനായിട്ട് ഇടയാകും. എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഏവരും അവർ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടും. അതെന്തിനാണ്? ഈ ദുഷ്ടത പ്രവർത്തിക്കുന്ന ആളുകളുടെ ലിസ്റ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? വിഗ്രഹ ആരാധനക്കാരുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിച്ചിട്ട് അതിനുവേണ്ടി നിൽക്കാൻ കഴിയാത്ത കവേർഡ്സ് എന്ന് ഒരു ലിസ്റ്റ്. ആ ലിസ്റ്റിൽ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഭീരുക്കൾ, അങ്ങനെയുള്ളവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല ആളുകളും ശിക്ഷാവിധിയിൽ അകപ്പെടും. ആ ശിക്ഷാവിധി ശരിക്കും നടക്കുന്ന ഒരു ശിക്ഷാവിധി അല്ലെങ്കിൽ ഇത്രയും പേജ് അതിന് വേണ്ടി ചിലവഴിക്കേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും നടക്കാൻ പോകുന്ന ശിക്ഷാവിധി അല്ലെങ്കിൽ പിന്നെ നൽകപ്പെടാൻ പോകുന്ന നിത്യജീവനും ശരിക്കുള്ളതായിരിക്കുമോ? അതും ഒരു മെറ്റഫറായിട്ട് നമുക്ക് കാണാമല്ലോ. പുതിയ യെരൂശലേം സ്വർഗ്ഗത്തു നിന്ന് വരുന്നതും ഇവിടെ ഭൂമിയിൽ നമ്മൾ കർത്താവിനോട് കൂടെ വാഴുന്നതും അതും മെറ്റഫറായി പോകും. അപ്പോൾ ഇത് രണ്ടും വാസ്തവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് വേണം നമ്മൾ അതിനെ ഏറ്റെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾ ഫെയറായിട്ട് ആ വചനത്തെ ഏറ്റെടുക്കുന്നുള്ളൂ. അപ്പോൾ പുതിയ യെരൂശലേമും ആക്ഷരികമായിട്ടാണ് വരാൻ പോകുന്നത്. ശിക്ഷാവിധിയും ആക്ഷരികമായിട്ടാണ് വരാൻ പോകുന്നത്. ഇന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്, പാപമാണ് എന്ന ബോധ്യം ഉള്ളിലുണ്ടായിട്ടും പരിശുദ്ധാത്മ പല പ്രാവശ്യം പറഞ്ഞിട്ടും വീണ്ടും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും പാപത്തിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗത്തിൽ മാനസാന്തരപ്പെട്ടുള്ളൂ. കാരണം അധർമ്മമൂർത്തിയായവൻ എപ്പോൾ വരും നമുക്കറിയില്ല. പക്ഷെ നിങ്ങളെപ്പോൾ മരിക്കുന്നു നമുക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അപ്പോൾ അധർമ്മമൂർത്തിയായവൻ ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് കർത്താവ് വരുവാൻ കുറച്ചുകൂടെ താമസിക്കുമെന്ന് പറഞ്ഞിട്ട് പാപം ചെയ്തുകൊണ്ട് ജീവിതം നശിപ്പിക്കേണ്ട. ഈ ജീവിതം എന്തായാലും നശിക്കും, വരാനിരിക്കുന്ന ജീവിതവും നശിക്കും. അത് നശിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ പാപത്തിൻ്റെ വഴികളെ വിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, സേവിക്കുക, നന്മ ചെയ്യുക, നന്മയാൽ തിന്മയെ ജയിക്കുക, സ്നേഹത്താൽ വെറുപ്പിനെ കീഴടക്കുക, ആത്മാവിൻ്റെ ഫലം കഴിക്കുക. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ മരണത്തെയോ അധർമ്മമൂർത്തി വെളിപ്പെടുന്നതിനെയോ കർത്താവ് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കട്ടെ, അത് സംഭവിക്കും. വരുവാൻ ഉള്ളവൻ വരും നിശ്ചയം. എന്നാൽ ആ വരുവാനുള്ളവൻ വരുമ്പോൾ നിങ്ങളിൽ വിശ്വാസം കണ്ടെത്തുവോ, നിങ്ങളിൽ വിശ്വസ്തത കണ്ടെത്തുവോ? നിങ്ങൾ ആ സമയത്ത് അവനോട് ചേർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കുമോ? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. വാസ്തവത്തിൽ നിങ്ങൾ അവനോട് പറ്റിയിരിക്കുകയാണെങ്കിൽ അന്ന് അവൻ വരുന്ന സമയത്ത് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കും.
ഈ പ്രത്യാശ എന്ന് പറയുന്നത് കാണുന്ന പ്രത്യാശയല്ല. കാണാത്തതിനായി നാം പ്രത്യാശിക്കുന്നുവെങ്കിൽ അതിനായി നമ്മൾ ദീർഘക്ഷമയോടെ